നമസ്കാരം. പിണറായി സർക്കാരിൻ്റെ കാലത്ത് സസ്പെൻഷനിലായിരുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ ബി അശോകിനെയും എൻ പ്രശാന്തിനെയും സർവീസിൽ തിരിച്ചെടുത്തു. ഇരുവരുടെയും സസ്പെൻഷൻ പിൻവലിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കി. സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും ഇരുവർക്കുമെതിരെയുള്ള ചാർജ് ഷീറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ഔദ്യോഗികമായ അന്വേഷണവും വകുപ്പ് തല നടപടികളും ഓൾ ഇന്ത്യ സർവീസ് ചട്ടങ്ങൾ പ്രകാരം തുടരും. ഇതോടെ സുപ്രധാന ചുമതലകളിലേക്ക് ഈ ഉദ്യോഗസ്ഥരെ സർക്കാർ നിയോഗിക്കുമോ എന്ന കാര്യം കണ്ടറിയണം. അച്ചടക്ക നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ സസ്പെൻഷൻ കുറച്ചുകൂടി നേരത്തെ പിൻവലിക്കാമായിരുന്നുവെന്ന വാദവും ഉയരുന്നുണ്ട്. മുൻപ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും പരസ്യമായി വിമർശിച്ചതിനാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത്. മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോക് മുൻ സർക്കാരിൻ്റെ കാലത്ത് കേര പദ്ധതിയിലെ അഴിമതി വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിനു പിന്നാലെ അദ്ദേഹത്തെ കൃഷി വകുപ്പിൽ നിന്നും മാറ്റി. പിന്നീട് KTDFC, തദ്ദേശ വകുപ്പ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് മാറ്റിയെങ്കിലും ഈ സ്ഥലമാറ്റങ്ങളെല്ലാം അശോക് ട്രിബ്യൂണൽ വഴി തടഞ്ഞു. ഒടുവിൽ തുടർഭരണം ഫാസിസത്തിലേക്ക് നയിക്കുമെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ചതിനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ കാവൽ സർക്കാരിൻ്റെ ഈ നടപടിക്ക് നിയമസാധുതയില്ലെന്നായിരുന്നു അശോകിൻ്റെ പ്രതികരണം. കളക്ടർ ബ്രോ എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ പ്രശാന്ത് IAS കഴിഞ്ഞ 2 വർഷത്തിനിടെ 9 തവണയാണ് സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന പ്രശാന്ത് തനിക്കെതിരെ വരുന്ന നടപടികളെ ട്രോളുകളിലൂടെയാണ് നേരിട്ടിരുന്നത്. ഒടുവിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചതോടെയാണ് അദ്ദേഹത്തിന് അവസാനമായി സസ്പെൻഷൻ ലഭിക്കുന്നത്. തനിക്കെതിരെയുള്ള ഹിയറിംഗ് നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന് വരെ അദ്ദേഹം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ ഈ 2 ഉദ്യോഗസ്ഥരും നടത്തുന്ന തുറന്നടിക്കലുകൾക്കെതിരെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും ഇരുവരെയും സർവീസിൽ തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഡോക്ടർ ബി അശോകിനെയും എൻ പ്രശാന്തിനെയും സസ്പെൻഷൻ റദ്ദാക്കി ഇവരെ അടിയന്തരമായി സർവീസിലേക്ക് മടക്കി വിളിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. താൻ സർവീസിലിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഇരുവരുടെയും സസ്പെൻഷൻ പിൻവലിക്കരുതെന്ന കടുത്ത വാശിയിലായിരുന്നു ചീഫ് സെക്രട്ടറി. ഇരുവരെയും തിരിച്ചെടുക്കുന്നത് തടയാൻ ഭരണപരമായ എല്ലാ അടവുകളും തന്ത്രങ്ങളും ജയത്തിലേക്ക് പയറ്റിയെങ്കിലും മുഖ്യമന്ത്രി VD സതീശൻ്റെ ശക്തമായ നിലപാടിന് മുന്നിൽ അവയെല്ലാം നിഷ്പ്രഭമാകുകയായിരുന്നു. മുൻ ഇടത് സർക്കാർ രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയോടെ ദ്രോഹിച്ച ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചതോടെ LDF സർക്കാരിൻ്റെ മറ്റൊരു വിവാദ നടപടി കൂടി UDF തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. കേരള സിവിൽ സർവീസിനെ ഒന്നാകെ ഞെട്ടിച്ച് നാടകീയമായ സസ്പെൻഷൻ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജയതിലകും എൻ പ്രശാന്തും തമ്മിലുള്ള തുറന്ന പോരാട്ടമായിരുന്നു. ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള ഉന്നതി പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് പ്രശാന്തിൻ്റെ സസ്പെൻഷനിൽ കലാശിച്ചത്. ഉന്നതിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന ഫയലുകൾ കാണാനില്ലെന്ന് കാണിച്ച് ഡോക്ടർ A ജയതിലക് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതാണ് പ്രശാന്തിനെ ചൊടിപ്പിച്ചത്. ഇതിനു പിന്നാലെ ജയതിലകിനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യമായി വെല്ലുവിളിച്ച് പ്രശാന്ത് രംഗത്ത് വന്നു. ജയതിലകിനെ മാടമ്പി എന്ന് ആക്ഷേപിച്ചും വഞ്ചകനാണെന്ന് ചിത്രീകരിച്ചും പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും വലിയ വാർത്തയായി. തുടർന്ന് സസ്പെൻഷനിലായ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ള പോരാട്ടം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മാധ്യമങ്ങളോട് അനുമതിയില്ലാതെ സംസാരിച്ചു എന്ന കുറ്റം കൂടി ചുമത്തി ജയതിലക് പ്രശാന്തിൻ്റെ സസ്പെൻഷൻ ഏറ്റവും ഒടുവിലായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ അനാവശ്യവും ചട്ടവിരുദ്ധവുമായ സ്ഥലമാറ്റങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതാണ് പിണറായി സർക്കാരുമായി നേരിട്ട് ഉടക്കാൻ കാരണമാകുന്നത്. തുടർന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചതിന് അശോകിനെതിരെയും സസ്പെൻഷൻ നടപടി ഉണ്ടാവുകയായിരുന്നു. എന്നാൽ സസ്പെൻഷൻ ഉത്തരവ് വന്നതോടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കടന്നാക്രമിച്ചും ഭരണപരമായ വലിയ വീഴ്ചകൾ തുറന്നു പറഞ്ഞുമാണ് ബി അശോക് പ്രത്യാക്രമണം നടത്തിയത്. അശോക് ഇപ്പോൾ തലയുയർത്തി സർവീസിലേക്ക് തിരികെ വരുന്നത് ജയതിലകിന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വലിയ രാഷ്ട്രീയ ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തെ നിയന്ത്രിക്കുന്നത് KM എബ്രഹാം നയിക്കുന്ന ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ കോക്കസ് ആണെന്നും മന്ത്രിമാരെ പോലും നിയന്ത്രിക്കുന്ന ബാഹ്യ അധികാര കേന്ദ്രമായി അദ്ദേഹം പ്രവർത്തിക്കുകയാണെന്നും അശോക് ആരോപിച്ചിരുന്നു. ഇതിനു പുറമെ വിവാദമായ വയനാട് പുനരധിവാസത്തിലും ടൗൺഷിപ്പ് നിർമ്മാണത്തിലും വലിയ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന അശോകിൻ്റെ തുറന്നു പറച്ചിലും മുൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു.